വിശദമായി കടക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് ഓണസദ്യ കഴിച്ചതിനെ ചൊല്ലി കോൺഗ്രസിൽ വിവാദം. വി ഡി സതീശന്റെ നടപടിയെ പരസ്യമായി വിമർശിച്ച് കെ സുധാകരൻ രംഗത്തു വന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് ആക്രമിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയുള്ള സതീശന്റെ നടപടി അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ നിലപാട്. താനാണെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുക്കില്ലായിരുന്നുവെന്നാണ് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരന്റെ വാക്കുകൾ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഓണസദ്യ കഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് മുതൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് രംഗത്ത് വിമർശനം ഉയരുന്നുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, കോൺഗ്രസിനകത്തെ വിമർശനം ഇത് നേരത്തെ ഉള്ളതാണ്. എന്നിരുന്നാൽ കൂടിയും തുറന്നു പറയുന്നത് സുധാകരനാണ്. ഇത് മറ്റു പലരുടെയും വിമർശനമാണോ സുധാകരന്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്? 2023 തൃശൂർ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും പ്രചരിച്ച അതേ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിഥികൾക്ക് വേണ്ടി ഒരുക്കിയ ഓണസൽക്കാരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുത്തത്. അതിനുശേഷം ഇടത് കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് ഈ ഓണസദ്യ കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അതോടെയാണ് സമൂഹമാധ്യമങ്ങളിൽ ഒരു വിഭാഗം പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയത്. ഈ സംഭവങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ കെ സുധാകരൻ താനായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടില്ലായിരുന്നു എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാടെടുത്തതിനെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അമർഷം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താതെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആ വിമർശനങ്ങൾക്കിടയിലാണ് ഇങ്ങനെ പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കെ സുധാകരൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവ് ഈ വിവാദങ്ങൾക്കിടെ വേദി പങ്കിട്ടതോടെയാണ് അതുമായി ബന്ധപ്പെട്ട വിമർശനവും ഒരു വശത്ത് നിന്ന് ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും സുധാകരന് അതൃപ്തി തുറന്നു പറയുമ്പോൾ മറ്റു പലർക്കും സമാനമായ നിലപാടുണ്ട് എന്നതാണ്. മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിക്കുന്ന ദൃശ്യങ്ങൾ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ മൂന്നാം മുറ നേരിട്ട ആ ദൃശ്യങ്ങൾക്കൊപ്പം ചർച്ചയായപ്പോഴാണ് ഇത്തരത്തിലൊരു വിമർശനം ഉയരുന്നത്. എന്തായാലും അത് വലിയ വിവാദങ്ങൾക്കിട വെച്ചിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ സുധാകരന്റെ തുറന്നു പറഞ്ഞത്. കോൺഗ്രസിൽ മറ്റൊരു വിവാദം കൂടി ഉയരുന്നുണ്ട്. GST പരിഷ്കരണത്തെ വിമർശിച്ച് പോസ്റ്റിട്ട് കോൺഗ്രസ് നേതൃത്വം വെട്ടിലായ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ ചുമതലയിൽ നിന്നും VT ബൽറാം രാജി വെച്ചേക്കുമെന്ന സൂചനയുണ്ട്. ഇതിനിടയിൽ രാജിവെച്ചതായും ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. സംഭവത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയ വിഭാഗം പുനഃസംഘടിപ്പിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പറയുന്നു. ബീഹാർ പോസ്റ്റിൽ ജാഗ്രതക്കുറവുണ്ടായതും അതിൽ അപാകത ഉണ്ടായ കാര്യവും സണ്ണി ജോസഫ് പ്രതികരിക്കും. കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന VT ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. GST പരിഷ്കരണത്തെ വിമർശിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റാണ് വിവാദമായത്. BDയുടെ GST കുറച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്നർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ്. ബീഹാറിനെ അപമാനിക്കുന്ന പോസ്റ്റ് എന്നാരോപിച്ച് ഇന്ത്യ മുന്നണി നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. RJD നേതാവ് തേജസ്വി യാദവ് അടക്കം ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പ്രതിപക്ഷ നേതാവ് സണ്ണി ജോസഫിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമായുണ്ട് VT ബൽറാം രാജി സന്നദ്ധത അറിയിച്ചു എന്ന കാര്യം. അദ്ദേഹം ഒഴിഞ്ഞോ? അതിൽ എന്തെങ്കിലും ഉറപ്പ് വരുന്നുണ്ടോ? എങ്ങനെയാണ് കോൺഗ്രസ് വിവാദങ്ങളെ കാണുന്നത്? ഈ സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്ന് VT ബൽറാം രാജിവെച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഈ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ, അതായത് VDയും
ബീഹാറും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റിനെതിരെ RJD നേതാവ് തേജസ്വി യാദവ് അടക്കം വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതിന് പിന്നാലെയാണ് ഈ പോസ്റ്റിൽ തിരുത്തൽ വരുത്തിയത്. പക്ഷേ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയുടെ ചുമതലയുണ്ടായിരുന്ന VT ബൽറാം ഈ ചുമതലയിൽ നിന്ന് മാറാൻ തന്നെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ചുമതല ഒഴിഞ്ഞിരിക്കുന്നുവെന്ന അനൌദ്യോഗികമായ സൂചനകൾ പുറത്തു വരുന്നത്. അല്പസമയത്തിനകം അതിനൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. മാത്രവുമല്ല, സമീപകാലത്തായി രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലടക്കം സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസ് വനിതാ നേതാക്കളെ അടക്കം വിമർശനം ഉന്നയിച്ചതിന് പിന്നിൽ ഈ സോഷ്യൽ മീഡിയ വിഭാഗം, ഈ ഡിജിറ്റൽ മീഡിയ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന നേതാക്കൾക്കും പ്രവർത്തകർക്കും പങ്കുണ്ട് എന്ന വലിയ വിമർശനമായിരുന്നു. അപ്പോൾ മുതൽ തന്നെ ഇത് പിരിച്ചുവിടണം, പുതിയൊരു സമിതിയെ ഇതിനുവേണ്ടി നിയോഗിക്കണം എന്ന തരത്തിലൊക്കെ ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ സജീവമായിരുന്നു. അതിനിടെയാണ് ഇങ്ങനെയൊരു വിവാദം വളരെ അപ്രതീക്ഷിതമായി ഈ BDയും അതോടൊപ്പം ബീഹാറും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങളുടെ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും അത് ഇന്ത്യ മുന്നണി നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ചർച്ചയായി മാറുകയും വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തതിന് പിന്നാലെ VT ബൽറാം തന്നെ രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അതിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. അതാണ് സാഹചര്യം. എന്തായാലും കോൺഗ്രസിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിൽ വന്ന ഈ പോസ്റ്റ് വലിയ വിവാദങ്ങൾക്ക് ഇടവയ്ക്കുകയും BJP അത് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തിരുന്നു. കാരണം കേരളത്തിലെ കോൺഗ്രസിന് ബീഹാറിനെ അപമാനിക്കുന്ന നിലപാടെടുക്കുമ്പോൾ എങ്ങനെ വോട്ട് ചോദിച്ച് ബീഹാറിൽ ഇന്ത്യ മുന്നണി എത്തുമെന്ന ചോദ്യമൊക്കെയാണ് BJP ഉന്നയിച്ചത്. എന്തായാലും തേജസ്വി യാദവ് അടക്കം ഇതിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ അതിനെ നിലപാട് തിരുത്തുന്നു. എന്തായാലും നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിലടക്കം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അഡ്മിന്മാർ നിരീക്ഷണ വിധേയമായിരുന്നു. കാരണം അവരുടെ പലരുടെയും പിന്തുണയോടുകൂടിയാണ് ഇത്തരമൊരു നീക്കമെന്ന ആക്ഷേപമുള്ളത്. എന്തായാലും ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ പുനഃസംഘടനയ്ക്ക് വഴിയൊരുക്കിയാണ് സോഷ്യൽ മീഡിയ ടീമിനെ പുനഃസംഘടിപ്പിക്കുന്നു എന്നതാണിപ്പോൾ അല്പസമയം മുമ്പ് സണ്ണി ജോസഫ് പറഞ്ഞത്. VT ബൽറാമും ഈ ചുമതലയിൽ നിന്ന് മാറിയേക്കും. അത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരേണ്ടത്. യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസിനെ വെല്ലുവിളിച്ച് KT ജലീൽ രംഗത്ത് വന്നു. ലോകായുക്ത വിധി സിറിയക്കിനെ സ്വാധീനിച്ചാണ് മന്ത്രിയായിരുന്നപ്പോൾ ബന്ധു നിയമന വിവാദമുണ്ടായതെന്ന് KT ജലീൽ ആരോപിച്ചു. അല്ലെങ്കിൽ ഫിറോസ് ഖുറാൻ തൊട്ട് സത്യം ചെയ്യണം. വ്യാജ പ്രചരണമാണ് ഫിറോസ് നടത്തിയത്. മക്കളുടെ വിവാഹത്തിന് ഭാര്യയുടെ കയ്യിൽ നിന്നാണ് 11 ലക്ഷം രൂപ കടം വാങ്ങിയതെന്നും KT ജലീൽ പറയുന്നു. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തെ ചൊല്ലി പാർട്ടി നേതൃത്വത്തോട് അതൃപ്തി പ്രകടിപ്പിച്ച് BJP നേതാവ് TP സെൻകുമാർ. ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിക്കാൻ OBC മോർച്ചയെ ഏൽപ്പിച്ചതിലാണ് അദ്ദേഹത്തിൻ്റെ അതൃപ്തി. ഗുരുദേവൻ ഒരു വർഗത്തിൻ്റെ മാത്രം ആളല്ലെന്ന് ഇപ്പോഴും അറിയില്ല എന്നാണ് BJP നേതൃത്വത്തോട് സെൻകുമാർ ചോദിക്കുന്നത്. പോലീസ് ഉപദ്രവിച്ചെന്ന കൊല്ലം CPM ലോക്കൽ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണനല്ലൂർ SHOയ്ക്കെതിരെ നെടുമ്പന്ന നോർത്ത് ലോക്കൽ സെക്രട്ടറി സജീവാണ് പരാതി നൽകിയത്. മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയപ്പോൾ ഉപദ്രവിച്ചു. ചാത്തന്നൂർ ACPക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പാർട്ടി വിരുദ്ധ പോസ്റ്റ് അല്ലെന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും സജീവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. വിനീഷ് കുമാർ ചേരുന്നു. വിനീഷ്, എന്താണ് ഈ സംഭവം? CPM നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. സജിത്ത്, കൊല്ലം കണ്ണനല്ലൂർ SHOയ്ക്കെതിരെയാണ് നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിയുടെ ഒരു പരാതി ഉയർന്നിരിക്കുന്നത്. പോലീസ് ഉപദ്രവിച്ചു എന്നാണ് CPM ലോക്കൽ സെക്രട്ടറി സജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. സെപ്റ്റംബർ 4-നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയോടൊപ്പമായിരുന്നു കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സജീവ് എത്തിയത്. തുടർന്ന് SHOയുമായി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു തനിക്ക് ഇത്തരത്തിലുള്ള മോശം സമീപനവും മർദ്ദനവും ഉണ്ടായതെന്നാണ് സജീവിന്റെ പരാതിയിൽ പറയുന്നത്. തുടർന്ന് ചാത്തന്നൂർ ACPക്ക് പരാതി നൽകുകയും ചെയ്തു. പക്ഷേ ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അനുഭവങ്ങളാണ് ബോധ്യങ്ങൾ ആവുന്നത് എന്ന പേരിലാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാർട്ടി വിരുദ്ധ പോസ്റ്റ് അല്ലെന്നും പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ തനിക്ക് കുഴപ്പമില്ലെന്നും സജീവ് ആ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ പോസ്റ്റ് അനുകൂലിച്ചും അതുപോലെ തന്നെ എതിർത്തും നിരവധി പേർ ഇതിൽ കമന്റ് ആയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഒരു ചുമതലയുള്ള ഒരാൾക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടായാൽ ഒരു സാധാരണക്കാരന് എന്താവും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിടേണ്ടി വരിക എന്നതടക്കമുള്ള ചില വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്.
അതാണ് സാഹചര്യം. എന്തായാലും പോലീസിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത് ലോക്കൽ കമ്മിറ്റി അംഗം തന്നെയാണ്. വലിയ രീതിയിലുള്ള ആക്ഷേപമുണ്ടായത് മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയപ്പോൾ തന്നെ ആക്രമിച്ചു എന്നതാണ് ലോക്കൽ സെക്രട്ടറി തന്നെ ഉന്നയിച്ച ആക്ഷേപം. ഇടുക്കി ഇടമലക്കുടിയിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചത് 4 കിലോമീറ്റർ ദൂരം തോളിൽ ചുമന്ന്. കൂടല്ലാർകുടിയിലെ 60 വയസ്സുള്ള രാജാക്കന്നി എന്ന വയോധികയാണ് കിലോമീറ്ററുകൾ ദൂരം ചുമന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കുടിയിലേക്ക് ആളുകൾ മഞ്ചൽ കെട്ടിയാണ് രാജാക്കന്നിയെ ആശുപത്രിയിൽ എത്തിച്ചത്. സ്റ്റാലിൻ ചേരുന്നുണ്ട്. സ്റ്റാലിൻ, എന്താണ് ഈ സംഭവം? ഇടമലക്കുടിയിൽ ഇത്തരം ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ അല്ലാതെ മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ എത്തിക്കാൻ? രാജ്യത്തെ ഇടുക്കിയിലെ ഗോത്രവർഗ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇടമലക്കുടി സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്താണ് ഇടമലക്കുടി. ഇടമലക്കുടി 2010 ഇടമലക്കുടി പഞ്ചായത്ത് രൂപീകൃതമാകുന്നത്. അന്ന് തൊട്ട് ഇന്നുവരെയും അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാന ആവശ്യമാണ് ആതുര ശുശ്രൂഷ രംഗത്തുള്ള അവരുടെ പരിരക്ഷ. അത് അക്കാര്യത്തിലുള്ള ഒരു വീഴ്ചയാണ് ഇപ്പോഴും നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ഉള്ളത്. ഏതായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇടമലക്കുടിയിലെ കൂടലാർകുടിയിലുള്ള വയോധിക രാജാക്കന്നി എന്ന് പറയുന്ന 60 വയസ്സുള്ള വയോധികയ്ക്ക് പനി ബാധിച്ചിട്ട് ഇവിടേക്ക് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് രാജാക്കന്നിക്ക് പനി ബാധിച്ചിട്ട് ഇടമലക്കുടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ അവിടെ നിന്നും കാര്യമായ പ്രയോജനം ലഭിച്ചില്ല. രോഗം മൂർച്ഛിച്ചതോടുകൂടി അവിടെ നിന്ന് വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് കൂടലാർകുടിയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരം മഞ്ചൽ കെട്ടി ചുമന്ന് ആദിവാസി സഹോദരങ്ങൾ അവിടുന്ന് മഞ്ചൽ കെട്ടി ചുമന്ന് അടിമാലി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടി ആനക്കുളം അടിമാലിക്കടുത്തുള്ള മാങ്കുളം പഞ്ചായത്തിൽപ്പെട്ട ആനക്കുളത്തേക്കാണ് അവിടത്തേക്ക് ചുമന്ന് എത്തിക്കുന്നത്. അവിടെ നിന്ന് മാത്രമേ വാഹനത്തിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ആനക്കുളത്തു നിന്നുമാണ് വാഹനത്തിൽ അടിമാലിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഈ വരുന്ന വഴിയിൽ തന്നെ വലിയ ദുരിതങ്ങളാണ്. വഴി നല്ലതല്ല, കാട്ടിൽ കാനന പാതയാണ്. അവര് മഞ്ചൽ കെട്ടിയാണ് ഇവരെ കൊണ്ടുവരുന്നത്. അങ്ങനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇത് സമാനമായിട്ടുള്ള സംഭവങ്ങൾ തൊട്ട് അടുത്ത നാളുകളിലും, പ്രത്യേകിച്ചും 2 ആഴ്ച മുമ്പാണ് പിഞ്ചു ബാലൻ കാർത്തിക് എന്ന് പറയുന്ന പിഞ്ചു ബാലൻ ഇത്തരത്തിൽ തന്നെ മരണപ്പെടുന്നത്. അതും പനി ബാധിച്ച് ഏറെ ദിവസങ്ങൾ എടുത്തു. പനി ബാധിച്ച് അവിടുന്ന് മൂർച്ഛിച്ചതിനെ തുടർന്ന് കൊണ്ടുവരുന്ന വഴിയിൽ വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. അത് ഈ രാജാക്കന്നിയുടെ കൊച്ചുമാനാണ്. എന്താണേലും ആദിവാസി മേഖലയിലുള്ള ചികിത്സാ രംഗത്തുള്ള ഏറ്റവും വലിയ ദുരിതമാണ് ഇപ്പൊ ഈ ഇടമലക്കുടിയിൽ. ഇതൊരു പുതിയ സംഭവമല്ല, സമാനമായിട്ടുള്ള സംഭവങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്. സജിത്ത്, അതാണ് സാഹചര്യം. ഇടമലക്കുടിയുടെ ബുദ്ധിമുട്ടുകൾ. പാലക്കാട് ഒറ്റപ്പാലത്ത് പൂക്കടയിലെ സംഘർഷത്തിൽ യുവാവിന് വെട്ടേറ്റു. കൂലി തർക്കത്തെ തുടർന്ന് പൂക്കട ഉടമയുമായി ഉണ്ടായ തർക്കത്തിനിടെയാണ് ഫെബിൻ എന്ന യുവാവിന് വെട്ടേറ്റത്. പൂക്കട ഉടമ സൈതാലിയെ പോലീസ് പിടികൂടി. ഫെബിൻ പൂക്കടയിൽ ജോലി ചെയ്തതിൻ്റെ കൂലി ചോദിച്ചതാണ് തർക്കത്തിന് കാരണം. തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ ഫെബിൻ ആശുപത്രിയിലാണ്. കൊല്ലം കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കുഴക്കാട് സ്വദേശി ശ്യാം സുന്ദറാണ് കൊല്ലപ്പെട്ടത്. പ്രതി ധനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുത്തൂർ കുഴക്കാട് മുക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊലപാതകം നടന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലായിരുന്നു 44 വയസ്സുള്ള ശ്യാം സുന്ദറിനെ അതിദാരുണമായി കുത്തി കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ശ്യാം സുന്ദർ മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ച് വന്നിരുന്നത്. പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അയൽവാസിയായ ധനേഷാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഇരുവരും തമ്മിലുള്ള വിരോധമായിരുന്നു ഇത്തരത്തിലുള്ളൊരു
കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഏകദേശം 4 വർഷം മുൻപാണ് ഈ ശ്യാം സുന്ദറിൻ്റെ ഭാര്യ ധനേഷിനോടൊപ്പം പോയത്. ഇതുമായി ബന്ധപ്പെട്ട ചില വിരോധം ഇരുവരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നുണ്ടായ ഒരു വിരോധമായിരുന്നു രാത്രിയിൽ ഇവിടെ എത്തിയ ധനേഷ് ഈ ശ്യാം സുന്ദറിനെ കുത്തിക്കൊലപ്പെടുത്തിയതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 12 മണിയോടുകൂടി ഒരു അയൽവാസി ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ചു നിന്ന ശ്യാം സുന്ദറിനെ കാണാനിടയായത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ശ്യാം സുന്ദറിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ശ്യാം സുന്ദറിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ഈ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിവരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന വയനാട് ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് മറ്റ് സാരമായ അസുഖങ്ങൾ കൂടി ഉണ്ടായിരുന്നതായി മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. ഇന്ന് ഗ്രാമിന് 80 രൂപയാണ് വർദ്ധിച്ചത്. 9,945 രൂപയും പവന് 640 രൂപ വർദ്ധിച്ച് 79,560 രൂപയുമായി. സ്വർണ്ണവില ഗ്രാമിന് 10,000 രൂപയിലേക്ക് എത്താൻ ഇനി 55 രൂപ മാത്രം മതി. സ്വർണ്ണവില 1 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായി പ്രമുഖ സ്വർണ്ണ വ്യാപാരിയായ ഭീമ ഗോൾഡ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ ന്യൂസ് 8നോട് പറയുന്നു. നമ്മുടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ചേഞ്ചസ്, അതായത് ട്രംപിന്റെ റിസൾട്ടും ലണ്ടൻ മാർക്കറ്റിലെ അപൂർവമായ സ്വർണ്ണവില ഉയർച്ചയും കാരണമാണ് കേരളത്തിലും കൂടാൻ കാര്യം. അത് നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊന്നും പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ തന്നെയും അത് താങ്ങാവുന്നതിനൊക്കെ കൂടുതലാണെങ്കിൽ തന്നെയും അവരത് സഹിച്ച് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വർണത്തിന് എപ്പോഴും നല്ല വില എപ്പോഴും ഓരോ കൊല്ലം കൂടുന്നത് കൊണ്ട് അവർക്ക് വിഷമമില്ല. കല്യാണത്തിന് ഇത് അത്യാവശ്യമായൊരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെയും അത് ഒരു കൊല്ലം കഴിഞ്ഞാലോ ഒരു 6 മാസം കഴിഞ്ഞാലോ വില കൂടുമെന്നുള്ളൊരു പ്രതീക്ഷ കാരണം ആൾക്കാർക്ക് അതിന് വിഷമമില്ല. അവര് മേടിക്കുന്നത് അന്നത്തെ വിലയേക്കാൾ 6 മാസത്തെ അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ കഴിഞ്ഞൊക്കെ കുറവാണോ എന്നുള്ളൊരു സമാധാനം അവർക്കുണ്ട്. 90 ആയിരിക്കാം, 1 ലക്ഷം ആയേക്കാം ഒരു കൊല്ലത്തിന്. അത് നമ്മൾ ആർക്കും പ്രവചിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ വില കൂടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും വോട്ടർ പട്ടിക പുതുക്കൽ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിനെയോ സോഷ്യൽ മീഡിയ പേജുകളെയോ മാത്രം ആശ്രയിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നു. അല്ലാത്തതെല്ലാം വ്യാജ പ്രചരണം എന്നതാണ് കമ്മീഷൻ വ്യക്തമാക്കുന്ന കാര്യം. ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം വിഷയത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാജ്യദ്രോഹപരമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. പാകിസ്ഥാനല്ല കേരളം ഭരിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചു. നമ്മുടെ സായുധ സേനകളുടെ കരുത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൊല്ലം ശാസ്താംകോട്ട പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമിട്ടത്. ഇതിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് ഈ സംഭവം? ഇന്നലെയാണ് കൊല്ലത്ത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൂക്കളമിട്ടത്. ക്ഷേത്രത്തിന്റെ മുൻവശത്താണ് അവിടുത്തെ BJP പ്രവർത്തകർ പൂക്കളമിട്ടത്. ഇതിൽ ഓപ്പറേഷൻ സിന്ദൂറും ഛത്രപതി ശിവജിയുടെ ഒരു ഫ്ലക്സ് ബോർഡും അതോടൊപ്പം തന്നെ RSSന്റെ തോന്നിക്കുന്ന കൊടിയും ഉണ്ടായിരുന്നു. ഇത് ക്ഷേത്ര ഭാരവാഹികൾ പോലീസിൽ അറിയിച്ചു. ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് പൂക്കളമിട്ടതെന്നായിരുന്നു അവരുടെ ആരോപണം. തുടർന്ന് പോലീസ് എത്തി പൂക്കളം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ തയ്യാറായില്ല. അതിനാണ് കേസെടുക്കാൻ ഇന്ന് പോലീസ് തയ്യാറായത്. പോലീസ് ഈ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അതിനെതിരെ വലിയ പ്രതിഷേധം ഈ ഹൈന്ദവ സംഘടനകളും BJPയും ഒക്കെ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. നേരത്തെ മുൻ സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ ഇതെന്ത് നാടാണെന്ന ചോദ്യവുമായി ഫേസ്ബുക്ക് കുറിപ്പിട്ടിരുന്നു. ഇത്തരം ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിനാകെ അഭിമാനമായ പ്രവൃത്തിയായിരുന്നു. അത് പൂക്കളത്തിൽ കൊണ്ടുവരുന്ന എന്താണ് തെറ്റെന്ന ചോദ്യമാണ് സെൻകുമാർ ചോദിച്ചത്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. FIR
രാജ്യദ്രോഹപരമാണ്, അത് പിൻവലിക്കണം, പാകിസ്ഥാനല്ല കേരളം ഭരിക്കുന്നതെന്ന് ഓർക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ഇന്ത്യയുടെ ഭാഗമാണ് കേരളം, അതിനാൽ നമ്മുടെ നാട്ടിൽ ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല. ദേശസ്നേഹികളായ എല്ലാ ഭാരതീയരുടെ അഭിമാനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ മതചിഹ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചിഹ്നങ്ങളോ പാടില്ല എന്ന് നേരത്തെ തന്നെ കോടതി വിധികളും ദേവസ്വം ബോർഡുകളുടെ തീരുമാനവും ഉള്ളതാണ്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം. ഈ എഫ്ഐആറിൽ പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം പറയുന്നില്ല. പകരം ഛത്രപതി ശിവജിയുടെ ചിത്രവും അതുപോലെ തന്നെ RSSന്റെ കൊടിയും വച്ചതിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി അവിടെ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന് ആരോപിച്ചാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറാണ് അവിടെ ഈ പൂക്കളത്തിലൂടെ ചിത്രീകരിച്ചതെന്നാണ് BJP പറയുന്നത്. ഇതാണ് സാഹചര്യം. അരുൺ തുടരുക. ഇപ്പോൾ എസ് വിനീഷ് കൂടി നമുക്കൊപ്പം ഉണ്ട്. വിനീഷ്, ഈ ഓപ്പറേഷൻ സിന്ദൂർ ചിത്രീകരിച്ചതിന്റെ പേരിലാണോ നടപടി ഉണ്ടായിരിക്കുന്നത്, മറിച്ച് നിയമവിരുദ്ധമായി ക്ഷേത്രത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം ഇതിന്റെ ദൃശ്യങ്ങളെല്ലാം പ്രചരിക്കുന്നുണ്ട്. പൂക്കളം സൃഷ്ടിച്ചു, അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പോലീസ് ഇന്നലെ അവിടെ എത്തിയത്. പക്ഷേ പോലീസും പൂക്കളം തീർത്തവരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത് പൂക്കളം തീർത്തവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ സൈനികനും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സൈനികനെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നൊരു വിമർശനവും കൂടി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ എഫ്ഐആറിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ആ ഒരു ദൃശ്യങ്ങൾ കാണുന്ന തരത്തിലുള്ള രീതിയിലല്ല ഈ എഫ്ഐആർ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആക്ഷേപവും. സജിത്ത്, ഈ ക്ഷേത്രത്തിന്റെ മാനേജ്മെന്റ് ആരാണ്? ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണോ? ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത്തരം ഇടപാടുകൾക്ക്, പുറത്തുനിന്നുള്ള ഇടപാടുകൾക്ക് കൃത്യമായ നിയന്ത്രണമുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. അതിന്റെ വിശദീകരണം ലഭ്യമാണോ വിനീഷ്? സജിത്ത്, നമുക്കറിയാൻ കഴിയുന്നത് CPM നിയന്ത്രണത്തിലുള്ള ഒരു ഭരണസമിതിയാണ് നിലവിൽ ക്ഷേത്രത്തിലുള്ളതെന്നാണ് അറിയുന്നത്. അപ്പോൾ RSS പ്രവർത്തകർ ആയിരുന്നു ഇന്നലെ പൂക്കളം തീർത്തത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിരോധവുമാണ് ഇതിന്റെ പിന്നിലെന്നും ചില സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ വ്യക്തത വരാനുണ്ട്. പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. കേണൽ ഡിന്നി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡിന്നി, ഇക്കാര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ തർക്കത്തിനപ്പുറം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിലിട്ട ചിത്രം വിവാദം, പൂക്കളം വിവാദമായി എന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്ങനെയാണ് ഇതിന്റെ രാഷ്ട്രീയം? അതെ, ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണെന്ന് നമുക്ക് അറിയില്ല. ഞാനത് ഇപ്പം അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ. ആ അമ്പലത്തിലെ നടയിൽ ഒരു പൂക്കളം വരച്ചിട്ടുണ്ട്. ആ പൂക്കളം വരച്ചതും ആ പൂക്കളം വരയ്ക്കുന്ന സമയത്തും അവിടെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് എല്ലാം കണ്ടുകൊണ്ട് പോലീസിന്റെ അനുമതിയുടെ കൂടാണ് അവിടുത്തെ യുവാക്കള് പൂക്കളം വരച്ചത്. പൂക്കളം വരച്ച് വേപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയപ്പം അവിടുത്തെ ഈ ഭരണസമിതിയിലുള്ള ചിലർ വന്ന് അതിനെ തടസ്സപ്പെടുത്തുകയും അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പോലീസിനടുത്ത് പിന്നെ ഈ പോലീസ് ഇവിടുന്നൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും പോലീസിനെ വരുത്തി കേസെടുക്കുകയായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ കേരളത്തില് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ അലർജി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ നമ്മളെ രാജ്യത്തിന്റെ ഒരു അഭിമാനമായിട്ട് സൈനികർ ചെയ്ത ഒരു ഓപ്പറേഷൻ ലോകത്ത് മൊത്തം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ ഒരു പൂക്കളത്തിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് പ്രശ്നം? വരും തലമുറയിൽ കൂടെ അതിനൊരു പ്രചോദനം എന്നുള്ള രീതിയിലല്ല അത് കാണേണ്ടുള്ളത്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഈ എന്ത് അലർജിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്ത് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു പ്രോബ്ലം എന്നുള്ള സത്യം പറഞ്ഞാൽ വളരെ അതിശയമാണ്. അതിലും ഏറ്റവും വലിയ വിചിത്രമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഈ ആളുകളെ, അതായത് ഈ യുവാക്കളുടെ അഗേൻസ്റ്റ് ആയിട്ട് കേസ് എടുത്തേക്കുന്നത് കലാപം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി കഴിഞ്ഞാൽ കലാപം സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഈ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും അഗേൻസ്റ്റ് എടുക്കണമല്ലോ കേസ്. അങ്ങനെയാണെങ്കിൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും എല്ലാ ആളുകളും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ പോസ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നതൊക്കെ കലാപത്തിന് വേണ്ടിയാണോ? അതുകൊണ്ട് ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് ഭാരതത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തിയെന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഇടപെട്ട് ഈ കേസൊക്കെ പിൻവലിക്കണം. അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു രീതിയിൽ അങ്ങനെ പോകരുതെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. ആ രീതിയിൽ തന്നെ ആയിരിക്കും BJPയുടെ പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. BJP ഇത് വലിയ പ്രതിഷേധമായി ഏറ്റെടുക്കുകയാണോ? തീർച്ചയായിട്ടും. എങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ സ്വന്തം സഹോദരന്മാരെ, ഇൻക്ലൂഡിങ് മലയാളിയായ ഒരു ചേട്ടനെ അവരുടെ കുടുംബത്തിന് മുന്നിൽ കൺമുൻപിൽ വെച്ച് വെടിവെച്ച് ഇട്ട
ഒരു ഭീകരവാദ പ്രവർത്തനം. അതിന് ബദലായിട്ട് നമ്മൾ ചെയ്ത ഒരു ഓപ്പറേഷൻ, നമ്മുടെ സൈന്യം നമ്മുടെ യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകൾ ചെന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് ചെയ്തൊരു ഓപ്പറേഷൻ, രാജ്യത്തും അങ്ങേ പോലുള്ള ആളുകൾ, എന്നെ പോലുള്ള എല്ലാവർക്കും അഭിമാനമുള്ള ഒരു ഓപ്പറേഷൻ. അത് വേറെ ഒരു നെഗറ്റീവായിട്ടൊരു കാര്യമല്ലല്ലോ. ആ പേര് എഴുതുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്ന് തടയുകയും അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പോലീസ് കലാപത്തിന് വേണ്ടി ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രതിഷേധിക്കേണ്ടത് ബിജെപിയുടെ മാത്രം കടമയല്ല. എനിക്കൊന്ന് കേരളത്തിലുള്ള എല്ലാവരും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. യെസ്, വളരെ നന്ദി കേണൽ ഡെന്നി പ്രതികരിച്ചതിന്. എസ് സുരേഷ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുരേഷ്, ഈ വിഷയത്തിൽ BJP ഇതിൽ കൃത്യമായ രാഷ്ട്രീയമാണോ ആരോപിക്കുന്നത്? ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനെ ബോധപൂർവമായി വിവാദമാക്കുകയായിരുന്നു ചെയ്തത്. എന്താണ് സംഭവിച്ചത്? ഹലോ, കേൾക്കാമോ ശ്രീ സുരേഷ്? കേട്ടു. കേൾക്കാം. ഇതില് വളരെ വ്യക്തമാണ്. ഇവിടെ ഇരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരാണോ താലിബാൻ സർക്കാരാണോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലുള്ള ജനതയ്ക്ക് സംശയം. പാകിസ്ഥാന് നേരെ 26ഓളം വരുന്ന ഇന്ത്യയിലെ നിരപരാധികളെ അരുംകൊല ചെയ്ത പാകിസ്ഥാൻ ഭീകരവാദികൾ, ആ പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന പാകിസ്ഥാന് നേരെ ഈ രാജ്യം നടത്തിയ അഭിമാനകരമായിട്ടുള്ള പോരാട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂർ പോരാട്ടം ഈ രാജ്യത്തിലെ 140 കോടി ജനതയെയും അഭിമാനത്തിന്റെ ഉന്നതിയിലെത്തിച്ച ഒരു കാര്യമാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഈ സർക്കാർ എന്താണ് ഈ സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് വിഷയം. ഈ സർക്കാർ ഇപ്പോ കേസെടുത്തിരിക്കുന്നത് അവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്നാണ്. ഇതിനെതിരെ പ്രതികരിച്ച ഇന്ത്യൻ പൗരന്മാർക്ക്. ശരി, ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങളെ സുരേഷ് മടങ്ങി വരാം. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അമ്പല കമ്മിറ്റിക്കാരെ അറിയിച്ചിട്ടല്ലേ വന്നേ? അമ്പല കമ്മിറ്റിക്കാരെ വെച്ചിട്ടാണ് വന്നേ. 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 ഇതാണ് ആ ദൃശ്യങ്ങൾ. രാജീവ് പ്രസാദ്, BJPയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നു. ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ക്ഷേത്ര അധികൃതർ ഈ വിഷയത്തിൽ അപ്പോൾ എന്ത് നിലപാടാണ് എടുത്തത്? ഇക്കാര്യത്തിൽ ഇനി നിങ്ങളുടെ തുടർനീക്കം എന്തായിരിക്കും? അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരവും കൂടിയാണ്, ക്ഷേത്ര കമ്മിറ്റിയും കൂടി അറിഞ്ഞാണ് അവിടെ അത്തപ്പൂ ഇട്ടത്. ക്ഷേത്ര കമ്മിറ്റി പോലീസിന്റെ ഭാഗത്തായിട്ട് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തകർ സ്റ്റേഷനിൽ ചെല്ലുകയും പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവരുടെ അത്തപ്പൂക്കളം ഒരുക്കിയത്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് പോലീസ് രാത്രി 10 മണി വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അവിടെ ഈ അത്തപ്പൂ ഇടുന്ന സമയത്ത് നിൽപ്പുണ്ടായിരുന്നു. രാവിലെ വന്നതിന് ശേഷം അവർ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയേക്കുന്ന അവിടെ അങ്ങനെ അത്തപ്പൂ ഇടാൻ പാടില്ല, നീക്കിയില്ലെങ്കിൽ ഞങ്ങൾ വണ്ടി അതിൽ ആ അത്തപ്പൂ ഇട്ടേക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിലൂടെ അവരുടെ പോലീസ് വാഹനം കയറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രവർത്തകരെടുത്ത് പറഞ്ഞേക്കുന്ന അത്തപ്പൂക്കളം മാറ്റണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ
ഇന്ന് ഈ ഓണക്കാലമാണ്. അത്തപ്പൂ ഇടുന്നതിന് എല്ലാവരും അത്തപ്പൂ ഇടാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന്റെ പേരിൽ അത്തപ്പൂക്കളം മാറ്റണമെന്ന് പറയുമ്പോൾ അത് മാറ്റാൻ അവിടുത്തെ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. അപ്പൊ ഇത് രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അവർ കേസെടുത്തേക്കുന്നത്. ഏതാണ്ട് 25ഓളം കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായ സമര പരിപാടി വെക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ 8-ാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. BJPയുടെ നീക്കം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. എന്തായാലും കൊല്ലത്ത് ക്ഷേത്രമുറ്റത്ത് പൂക്കളമിട്ടത് ആ പൂക്കളത്തിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയതാണ് ഈ വിവാദം. ഇത് ഇന്ത്യ ഭരിക്കുന്നത് താലിബാനോ കേരളം ഭരിക്കുന്നത് താലിബാനോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് BJP വലിയ പ്രതിഷേധ പരിപാടി ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കുന്നത്. അരുൺ, ഒരു കാര്യം, BJP സംസ്ഥാന തലത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി ഏറ്റെടുക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രേഖപ്പെടുത്തിയതിനെതിരെ എന്തിന് പോലീസ് ചോദ്യം ചെയ്യണമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. BJPയുടെ നീക്കം എന്താണ്? രാജു ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്. ഇത് ദേശീയ തലത്തിനെതിരെ കൊണ്ടുപോവുക BJP നീക്കമാണോ? സ്വാഭാവികമായ ഒരു ശ്രമം ഉണ്ടാകും. ഇപ്പോൾ രാജു ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം, ഈ കേസ് പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് അവർ BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനും മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് ഇത് രാജ്യദ്രോഹപരവും ലജ്ജാകരവുമായ നടപടിയാണ്. FIR ഉടൻ പിൻവലിക്കണം. അതാണ് രാജു ചന്ദ്രശേഖർ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധമോ ഒന്നും ഈ ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഈ കേസ് പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ അതൊരു വിഷയമായി BJP ഏറ്റെടുക്കാനും ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാനും ഒക്കെ സാധ്യതയുള്ള ഒന്നായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. BJP ഇതിനെ ഏറ്റെടുക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തായാലും ക്ഷേത്രമുറ്റത്ത് പൂക്കളമൊരുക്കിയതാണ് ഇങ്ങനെയൊരു വിവാദം ഉണ്ടാക്കിയത് എന്നതാണ് സാഹചര്യം. പോലീസ് എന്തിന് നടപടിയെടുത്തു? ആദ്യം ഈ ക്ഷേത്ര പൂക്കളത്തിനെയൊക്കെ അനുകൂലിച്ചിരുന്ന പോലീസ്, പൂക്കളമിടുന്നതിനൊപ്പം നിന്നിരുന്ന പോലീസ് പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയപ്പോൾ മാത്രം അതിനെ കേസെടുക്കുക, കലാപശ്രമത്തിന് കേസെടുത്തു എന്ന ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു പുതിയ വിവാദം ഉയരുകയാണ്. ക്ഷേത്രമുറ്റത്ത് പൂക്കളമൊരുക്കി അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി എന്നതിന് RSS പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. RSS BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നതാണ് ആരോപണം. ഈ വിഷയത്തിലാണിപ്പോൾ വലിയ വിവാദം ഉയരുന്നത്. കൊല്ലത്താണ് ഈ സംഭവമുണ്ടാകുന്നത്. K. അനിൽകുമാർ CPM സംസ്ഥാന സമിതി അംഗം ചേരുന്നു. ശ്രീ അനിൽകുമാർ, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഈ സംഭവം വന്നിരുന്നു. ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്താണ്? അല്ല, ഓപ്പറേഷൻ സിന്ദൂറും തിരുവോണമായിട്ട് എന്താ ബന്ധമെന്ന് മനസ്സിലായിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തെ പൊതുവിൽ എല്ലാവരും അഭിനന്ദിക്കുന്ന, സൈന്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നതാണ് BJP വിഭജന രാഷ്ട്രീയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഓണം അതിനുള്ള അവസരമല്ല. അതുകൊണ്ട് കേരളത്തെ കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഓണത്തിന്റെ ഐക്യത്തെ തകർക്കാൻ ഇത്തരം ചില ബിംബങ്ങളുമായി വരും. ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെതായ അവസരങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതു മാതൃകയായി, മുദ്രയായി എല്ലാവരുടെയും ഐക്യം ഉണ്ടാക്കാൻ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേത്രം അനാഥമല്ലല്ലോ, അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവിടുത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ടൊരു കാര്യമല്ല. കുറെ പേര് അനധികൃതമായിട്ട് അവരുടേതായ നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിനോട് അവിടെ തന്നെ വിയോജിപ്പുണ്ടാവുന്നു. നിയമപരമായ അക്കാര്യങ്ങളിൽ അധികാരത്തിൽ ചുമതലയുള്ളവർ അത് അനധികൃതമായി ചെയ്ത കാര്യങ്ങൾ അനധികൃതമാണ് എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. ഹൈക്കോടതിയും കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആചാരപരമായ കാര്യങ്ങളാണ് അമ്പലത്തിൽ നടക്കേണ്ടത്. ഇത് ആചാരപരമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അമ്പലത്തിൽ നടക്കുന്നൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനത്തെ ആചാരം ഇവിടെ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. ഇതെല്ലാം വിവാദത്തിലാക്കാൻ സംഘപരിവാറിന് താല്പര്യമുണ്ട്. ശരി, ഓണവും ഓപ്പറേഷൻ സിന്ദൂറും തമ്മിൽ ബന്ധമുണ്ടാവില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിൻ്റെ പേരിൽ കേസെടുക്കുന്നതിൻ്റെ ഔചിത്യം, അതാണ് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം. ഒരു പക്ഷേ അതിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റ് പ്രതിഫലങ്ങളും അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ പോലീസിന് ഇങ്ങനെ കേസെടുത്ത് പോകാൻ എങ്ങനെ കരുതും? കലാപശ്രമം എന്ന വകുപ്പുകളടക്കം ചുമത്തിയെന്നാണ് കേൾക്കുന്നത്. അതെ, അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ പൂക്കളെ ഇട്ട സ്ഥലം ഇട്ടവരുടെ തറവാട്ട് മുറ്റമല്ലല്ലോ, അതൊരു പൊതുക്ഷേത്രമല്ലേ. ആ ക്ഷേത്രം ഒരു പൂക്കള് നമുക്കറിയാത്ത കാര്യമാണ്. അപ്പൊ അനധികൃതമായി കുറെ പേര് അവിടെ കയറുന്നു, അവരുടേതായ ക്ഷേത്രം അവർ ചെയ്യുന്നു, എന്നിട്ട് അവർ ഓപ്പറേഷൻ സിന്ദൂറാന്ന് പറയുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ വിവാദത്തിലാക്കാൻ സംഘപരിവാറിന് ശ്രമമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് സംഘപരിവാരത്തിന്റെ അല്ല, RSSന്റെ ആപ്പീസ് ഒന്നും വിട്ടിട്ടല്ല ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്.
പട്ടാളമാണ്. ഇന്ത്യൻ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പട്ടാളം അഭിമാനകരമായി നിർവഹിച്ച ഒരു കൃത്യത്തെ RSSനും BJPക്കും എന്താണ് വ്യക്തി താല്പര്യം? രാജീവ് ചന്ദ്രശേഖരൻ എന്താ അതിൽ കാര്യം? ഓപ്പറേഷൻ സിന്ദൂർ രാജീവ് ചന്ദ്രശേഖരൻ്റെതാണ്. ദയവായി താങ്കൾ ഒന്ന് തുടരുക, തിരക്കല്ലെങ്കിൽ ദയവായി ഒന്ന് തുടരുക. ശ്രീ RV ബാബു നമുക്കൊപ്പമുണ്ട്, ഹിന്ദു ഐക്യവേദി. ശ്രീ RV ബാബു, ക്ഷേത്രമുറ്റത്ത് അതിനൊരു സംവിധാനമുണ്ട്, അവിടെ എന്തിന് അതിക്രമിച്ചു കയറി ഇങ്ങനെ ഒരു പൂക്കളമിട്ട് അവിടെ രേഖപ്പെടുത്തി എന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്താണ് താങ്കളുടെ മറുപടി? ഈ ക്ഷേത്രമുറ്റത്ത് പൂക്കളമിടുക, ക്ഷേത്രമുറ്റത്ത് ഭജന ചൊല്ലുക, ക്ഷേത്രം ആരാധിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി വെച്ചതാണ് അവർക്ക് വലിയ പ്രകോപനമായത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വിജയം, ഈ രാജ്യത്തിന്റെ നേട്ടം, അഭിമാനം, അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാത്ത കാര്യമാണ്. അവരെല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ നിന്ന ഒരു പാരമ്പര്യമാണുള്ളത്. ഇപ്പൊ പഹൽഗാമിലെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ബലാക്കോട്ടിലെ ഭാരതത്തിന്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ ഒക്കെ ഭാരതത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും വൈദേശിക രാജ്യങ്ങളുടെ അതേ ശബ്ദത്തിൽ അല്ലെങ്കിൽ അവരുടെ നാവായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, പണ്ട് ചൈനീസ് യുദ്ധകാലത്ത് ഈ പറയുന്ന ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നതിന്റെ പേരുദോഷം ഇപ്പോഴും പാർട്ടി പേറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ നേതാക്കന്മാര് പലരും അറസ്റ്റിലായത്, നെഹ്റുവിന്റെ സർക്കാരിന്റെ കാലത്ത് പാർട്ടിയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത് ചൈനയുടെ പക്ഷം പിടിച്ച് സംസാരിച്ചതും ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നിന്നതിന്റെ പേരിലാണ്. ശരി, RV ബാബു ദയവായി ഒന്ന് തുടരുക. ശ്രീ അനിൽകുമാർ, നിങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് അതിക്രമിച്ചു കയറി എന്ന് ആരോപിച്ചാണോ, മറിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതാണോ പോലീസിന് ഈ കേസെടുക്കാനുള്ള കാരണമായി മാറിയത്? അല്ല, ഈ ഒരു കേസിനെ കുറിച്ച് ഞങ്ങൾക്ക് പോലും ഇല്ല. ഞാൻ ചാനലിൽ കണ്ടത് മനസ്സിലാക്കിയത് ജനൻ TV ആണല്ലോ ഇപ്പൊ ഇതുമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. നിങ്ങളുടേത് ജനൻ TV ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ഏതോ TV ആണ് നിങ്ങളുടേത്. താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ജനൻ TV ഇത്ര ഒരു ഇതായിട്ട് ഇറങ്ങിയിട്ട് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത്തരത്തിലുള്ള മുറ്റത്ത് കുറെ പേര് അതിക്രമിച്ച് കയറി നിൽക്കുന്നതാണ്. അപ്പൊ അവിടെ പരാതികൾ വന്നു. ക്ഷേത്രത്തിന് ഉടമസ്ഥന്മാരുണ്ടല്ലോ, ഇവിടെ RB ബാബു പറയുന്ന പോലെ അനുവാദം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അനുവാദത്തിന്റെ കടലാസ് കാണിച്ചാൽ മതിയല്ലോ, പിന്നെ കേസ് ഉണ്ടാവുകയല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അമ്പലമുറ്റത്താണെങ്കിലും പൂക്കളം ഇടുക എന്ന് പറയുമ്പോൾ ആരാ പൂക്കളം ഇടേണ്ടത്? 7 പാർട്ടിക്കാർ പോയി അവിടെ പൂക്കളം ഇടണോ? ഇതിപ്പോ RSSകാരും BJPക്കാരും പൂക്കളം ഇടാൻ പോയെന്നല്ല ഇപ്പൊ ഈ ന്യായീകരണത്തിൽ മനസ്സിലാക്കിയത്. എല്ലാ പാർട്ടിക്കാരും അവർക്ക് ഇഷ്ടപ്പെട്ട മുദ്രയായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണോ? പൂക്കളം ഇടുകയാണോ? ഈ ക്ഷേത്രം ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് എന്താ ബന്ധം? ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടേതല്ലേ, ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അല്ലേ? അവിടെ പാകിസ്ഥാന്റെ പട്ടാള ഭരണാധികാരിക്ക് വെള്ളക്കൊട്ടാരത്തില് വിരുന്ന് കൊടുത്ത മോദി ട്രംപിന്റെ പുറകെ നടക്കുകയാണ് കേട്ടോ. മോദി എന്നെ ഒന്ന് വിളിക്കാമോ അമേരിക്കയിലേക്ക്? നടക്കില്ലേ? കഴിഞ്ഞ ദിവസം ചൈനയുടെ ചെങ്കൊടിയുടെ കീഴെ പോയി നിൽക്കുന്ന കണ്ടല്ലോ. ഞങ്ങൾ ചൈനക്കാരന്മാരാ? ഇതൊക്കെ പറയാനാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പേര് വെച്ചത്? ഇവിടെ വിഭജനം ഉണ്ടാക്കുകയാണ്. ഓണക്കാലത്ത് വിഭജനം ഉണ്ടാക്കാൻ നടക്കുന്ന ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് BJPയും രാജീവ് ചന്ദ്രശേഖരൻ നടക്കുന്നത്. പിന്നെന്താ ഐക്യവേദിയോ? എന്താ ഐക്യവേദി? ഹിന്ദു ഒന്നാണ്, പിന്നെ ഐക്യവേദി എന്തിനാ? താങ്കൾ ദയവായി തുടരുക. ഈ പൂക്കളമിട്ട വ്യക്തി സെൻലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെൻലാൽ, താങ്കളുടെ നേതൃത്വത്തിലുള്ളവരായിരിക്കുമല്ലോ ഈ പൂക്കളമിട്ടത്. നിങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നോ അവിടെ ഈ പൂക്കളമിടാൻ? അതെ, നമ്മള് സാധാരണ എല്ലാ തിരുവോണ നാളുകളിലും അവിടെ അത്തപ്പൂക്കളം ഇടാറുള്ളതാണ്, പതിവുള്ളതാണ്. അതുപോലെ തന്നെ നമ്മള് ഇന്നലെ എല്ലാവരോടും ഒരുമിച്ച് അത്തപ്പൂക്കളം ഇട്ടു. അതിന്റെ കൂട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി. അപ്പൊ അത് അവിടുത്തെ കമ്മിറ്റിക്കാര് ഇടപെട്ടിട്ട് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള അതിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് അവര് പെരുമാറിയത്. അതായത് അവർക്ക് ആ ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കണം എന്നുള്ള ഒരാവശ്യമാണ് അവർ ഉന്നയിച്ചത്. താങ്കൾ അടക്കമുള്ളവർ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടാണോ അവിടെ ഇത്തരമൊരു കൂട്ടായ്മ? സംഘടനയുടെ ഭാഗം ക്ലിയർ ആയില്ല, ഒന്നുകൂടെ ഒരിക്കൽ കൂടി. സംഘടനയുടെ ഭാഗമായിട്ടാണ് എല്ലാ പ്രാവശ്യവും അവിടെ ഇടുന്നത്. ഏത് സംഘടനയാണ്? നമ്മുടെ നിലവിൽ അവിടെ RSSന്റെ ശാഖയുണ്ട്. അപ്പൊ ശാഖയുടെ പ്രവർത്തകരാണ് അവിടെ എല്ലാ പ്രാവശ്യവും പൂക്കൾ ഇടാറുള്ളത്. പിന്നെ കൂട്ടത്തിൽ അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടാറുണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായ പൂക്കളത്തിൽ ഇത്തവണ എഴുതി വെക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം? ഇല്ല, അത് നമ്മുടെ രാജ്യത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ധീരമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ലേ, അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് മാത്രമേ എഴുതുന്നേ ഉള്ളൂ.
ഓക്കെ. പിന്നീട് ഇത് പൂക്കളം ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? പൂക്കളം ഇട്ടതിന് ശേഷമാണ് അവർ കമ്മിറ്റിക്കാർ ഇടപെട്ട് സ്റ്റേഷനിൽ വിളിച്ചു പറയും, അവർക്ക് സമ്മർദ്ദം കൊടുക്കുകയും അവരെത്തുകയൊക്കെ ചെയ്തത്. ഓക്കെ. അതായത് നിങ്ങളോട് പോലീസ് എന്താണ് ആവശ്യപ്പെട്ടത്? അത് ഓപ്പറേഷൻ സിന്ദൂർ, ഈ പൂക്കളം മൊത്തം മായ്ക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന എഴുതിയിരിക്കുന്നത് മായ്ക്കണമെന്നാണ് കമ്മിറ്റിക്കാരുടെ ആവശ്യം. അപ്പൊ അത് മുൻവർഷങ്ങളിൽ നിങ്ങൾ മുൻവർഷങ്ങളിൽ പൂക്കളം ഇടുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവാറില്ല, അങ്ങനെയാണോ? ഇല്ല, ഉണ്ടാവാറില്ല. അനുമതിയൊന്നും വാങ്ങിയല്ല മുൻവർഷങ്ങളിൽ വിടാറുള്ളത്, ഇത്തവണയും അങ്ങനെ ഉണ്ടായില്ല, അങ്ങനെയല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അനുമതിയുടെ ആവശ്യമില്ല സാർ. അവിടെ ഒരു സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിന്റെ പുറത്താണ് തീർന്നെടുത്ത് സാധാരണ എല്ലാ പ്രാവശ്യവും ഒരു കുറച്ച് യുവാക്കൾ ഇടാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ക്ഷേത്രത്തിന് പുറത്തെന്ന് പറഞ്ഞാൽ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ പുറത്താണോ അതോ ക്ഷേത്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്താണോ? ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന്റെ പുറത്താണ്. അതായത് ക്ഷേത്ര സ്ഥലമല്ല, ക്ഷേത്രത്തിന്റെ ഭാഗമേ അല്ലാത്ത സ്ഥലമാണ്. ക്ഷേത്രത്തിന്റെ ഭാഗമാണോന്ന് വെച്ചാൽ അതിന്റെ കവാടമാണ്. ക്ഷേത്രത്തിന്റെ പരിസരം, അതായത് ക്ഷേത്രഭൂമിയിൽ തന്നെ. ഓക്കെ, ക്ലിയർ. ഓക്കെ. അതെ. അപ്പം മുൻവർഷങ്ങളിൽ ഇങ്ങനെ ഏതെങ്കിലും അതുമായി ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലും സന്ദേശം നൽകുകയോ അങ്ങനെയോ മറ്റോ ഓണാശംസകൾക്കപ്പുറം നടത്തിയിട്ടുണ്ടോ മുൻവർഷങ്ങളിലോ? അതെ. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇത്തവണ ഈ സിന്ദൂർ എന്നിട്ട് എഴുതിയത് മാത്രമാണോ പ്രകോപനത്തിന് കാരണമായത്? അതെ അതെ അതെ. എന്താ ഈ ക്ഷേത്ര ഭരണസമിതി ഇങ്ങനെ വരുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പ് എന്തെങ്കിലും തർക്കം അവിടെ RSSന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടോ? അവിടെ നിലവില് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഈ ക്ഷേത്രത്തിൽ സംഘടനകളുടെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഹൈക്കോടതി ഉത്തരവടക്കം ഉണ്ട്, നിലവിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, അത്തരം നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിട്ടില്ലേ? സംഘടനാപരമായ ഒരു സൂചനകളോ ഒന്നും അവിടെ അത്തപ്പൂക്കളത്തില് ഉണ്ടായിരുന്നില്ല. നമ്മള് സാധാരണ രീതിയിലുള്ള പൂക്കളാണ് ഒരുക്കിയത്. അതിന്റെ കൂടെ ഓപ്പറേഷൻ സിന്ദൂർ നാടിയതേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത്, ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ RSSന്റെ ശാഖ പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോൾ അവിടെ? ഇല്ല 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 ഇല്ല. ക്ഷേത്രത്തിന്റെ ഭൂമിയിലല്ല, അത് സ്വകാര്യ ഭൂമിയിലാണ്. ശരി ശരി. ദയവായി താങ്കളും തുടരുക. ശ്രീ അനിൽകുമാർ, ഇതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. മുൻ വർഷങ്ങളിലും ഞങ്ങൾ പൂക്കളം ഇടാറുണ്ട്, അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇത്തവണയും പൂവ് ഇട്ടു, പക്ഷേ അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയപ്പോൾ മാത്രമാണത് വിവാദത്തിന് ഇടവെച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എഴുതുന്നത് അത്ര വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുമോ? വർഗീയ കലാപമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒന്ന് എല്ലാ കൊല്ലം ഇടുന്നു ഈ മഹാൻ പറയുന്നുണ്ട്. എവിടെ ഇടുന്നതാണ്? നിലവിൽ കമ്മിറ്റി അവിടെ ഉണ്ടല്ലോ, ആ കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ചെയ്യാൻ മേലേ, ആ കമ്മിറ്റിക്കാരെ കൂടെ കൂട്ടി ഇറങ്ങാൻ മേലേ. ഇപ്പൊ തന്നെ വ്യക്തമായല്ലോ, RSS ആണ് ഇട്ടത്. RSS ഇടപെടുന്ന എവിടെ എല്ലാവരും പങ്കെടുപ്പിക്കാറുണ്ടോ? RSS ഇടപെടുന്ന എല്ലാ കാര്യത്തിലും വർഗീയ കലാപം ഉണ്ടാക്കാനല്ലോ നോക്കുന്നത്. അവർ അമ്പലത്തിനകത്ത് ആളുകൾ സമാധാനപരമായിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോട്ടെ. അതിനു പകരം ഇത്തരം കാര്യങ്ങൾ അവിടെയാണോ കൊണ്ടുവരേണ്ടത്? ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവാദം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടപ്പാക്കിയ പരിപാടിയാണ്. നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭഗവത് ഉണ്ടാക്കിയ പരിപാടിയാണെന്ന് നടക്കാനാണ് പരിപാടി നടക്കുന്നത്. മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചല്ല ഈ പറയണത്. ഇത് കാവ്യ സിന്ദൂരാണ്. അത് കൈവച്ചാണ്. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാനൊന്നും RSSന് അവകാശമില്ല. അതുകൊണ്ട് അവിടെ അംഗീകാരമില്ലാതെ നിയമവിരുദ്ധമായിട്ട് കടന്നു കയറി തെറ്റായി ചെയ്തു ഇപ്പൊ തന്നെ ഇവിടെ ബോധ്യപ്പെട്ടിരിക്കും. ഒരനുവാദം ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് കമ്മിറ്റിക്കാർ അവിടെ ഒരു കമ്മിറ്റിയൊക്കെ നോക്കുകൂത്തിയല്ലെന്നേ. അവര് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടാവുക ഈ കലാപ ശ്രമത്തിന് കേസെടുക്കുക പോലെയുള്ള നീക്കം ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഈ പോലീസിന്റെ നടപടിയല്ലേ കലാപത്തിന് ഇടവെക്കുക? ഇതൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ. അതാണ് ശരി. നിങ്ങൾക്ക് തോന്നിവാസം നിങ്ങളുടെ മുറ്റത്ത് കയറി ഒരു സാധനം ചെയ്തപ്പോ ന്യൂസ് 18ന്റെ തങ്കത്തിൽ ഞങ്ങൾ കയറി പൂക്കളം ഇടാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി വെക്കാം, എന്നിട്ട് കലാപശ്രമം നിങ്ങളുടെ പേരിൽ എടുക്കണോ? കേൾക്കുന്നത് അല്ല. ന്യൂസ് 18ന്റെ തങ്കത്ത് വന്ന് ഞങ്ങൾ കുറെ പൂക്കളം ഇടാം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളോട് എഴുതി വെക്കാം, ന്യൂസ് 18ന്റെ തങ്കത്ത് വന്ന് ഞങ്ങൾ കയറി ചെയ്യാം. അപ്പൊ നിങ്ങൾ പരാതി കൊടുക്കുമ്പോൾ പോലീസ് നടപടി എടുത്ത ഉടനെ ന്യൂസ് 18 പ്രതിയാകുന്നത്. ഇത് നിയമവിരുദ്ധമായിട്ട് അവിടെ കയറിയത്. ന്യൂസ് 18 അല്ലല്ലോ വിഷയം. ഇതൊരു ക്ഷേത്രഭൂമി, ഒരു പൊതുവിടം, അവിടെ വിശ്വാസികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഇടം. അവിടെ വന്ന് ഒരു മുൻകാലങ്ങളിൽ ഒന്നും പ്രശ്നമില്ലാത്ത ഒരു പൂക്കളം ഇടുന്നു. ഇത്തവണ ഓപ്പറേഷൻ സിന്ദൂർ മാത്രം എഴുതിയപ്പോൾ പ്രശ്നമാവുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞ മുൻകാലങ്ങളിൽ പ്രശ്നമില്ലെന്നത്? RSSകാരന്റെ വാദമല്ലേ? RSSകാരൻ നമ്മുടെ നാട്ടിൽ മനുഷ്യനെ രക്ഷിക്കുന്നത് വല്ലതും ചെയ്യുന്നുണ്ടോ? RSSകാരൻ കലാപം നടത്തുന്നവരല്ലേ, വർഗീയ കലാപം ഉണ്ടാക്കുന്നവരല്ലേ? കേരളത്തിൽ തലശ്ശേരി കലാപം തൊട്ട് എത്ര വർഗീയ കലാപമായി? മതിയായില്ലേ നിങ്ങൾക്ക് ഈ RSSനെ താങ്ങി താങ്ങി? അതെ, താങ്കൾ ദയവായി ഒന്ന് ഹോൾഡ് ചെയ്യണം, നമുക്ക് അല്പം ഒരു ക്ലാരിറ്റി കിട്ടും. ശ്രീ MM ജയരാജ്, ക്ഷേത്ര കമ്മിറ്റി കൺവീനർ, ട്രഷറർ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ ജയരാജ്, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഒരു പ്രവർത്തകൻ അവിടുന്ന്
അദ്ദേഹം പറയുന്നത് അവിടെ മുൻകാലങ്ങളിലും ഞങ്ങൾ ഇടാറുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയപ്പോൾ മാത്രം വിവാദമായി. അതിന് പിന്നിൽ എന്താണ് നീക്കത്തിന് കാരണമായത്? എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ പരാതിയിലാണോ പോലീസിന് നടപടി ഉണ്ടായത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രവർത്തനത്തെ നമ്മുടെ സൈനികർ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ മിലിറ്ററി ഓപ്പറേഷനെ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരാളാണ് ഞങ്ങൾ ഭാരതീയർ അതിൽ അഭിമാനിക്കുന്നവരാണ്. പക്ഷെ ഇവിടുത്തെ വിഷയം മുതലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലുണ്ടായ വിഷയം അതല്ല. ക്ഷേത്രത്തിന്റെ ക്ഷേത്ര സഭയ്ക്ക് ക്ഷേത്രത്തിന്റെ ഭരണം നടത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ അവിടെയുണ്ട്. ആ ക്ഷേത്ര സഭയാണ് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ അത്തപ്പൂക്കളം ഇടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 26-ാം തീയതി കൂടിയ കഴിഞ്ഞ മാസം 26-ാം തീയതി കൂടിയ ക്ഷേത്ര ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ചാണ് ക്ഷേത്രത്തിന്റെ മുൻപിൽ ഇത്തരത്തിൽ ക്ഷേത്രസഭയ്ക്ക് അത്തപ്പൂക്കളം ഇടാൻ തീരുമാനിക്കേണ്ടത്. എന്നാൽ അതിന് കുറെ നാളുകൾക്ക് മുമ്പായിട്ട്, കുറച്ച് നാളായിട്ട് അവിടെ വേറെ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ അത്തപ്പൂക്കളം ഇടുന്നുണ്ടായിരുന്നു. അത് അത്തപ്പൂക്കളം അങ്ങനെ ഇടുമ്പോൾ അവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പേരുകൾ എഴുതി വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മറ്റ് വിഭാഗങ്ങൾ അതിനകത്ത് അങ്ങനെ പാടില്ലെന്നും അവർക്കും ഇടണം എന്നുള്ള തരത്തിലേക്ക് ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് ക്ഷേത്ര ഭരണസമിതിയിലേക്ക് വരികയാണ് ചെയ്തത്. ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് അവിടെ ഒരു അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്. ക്ഷേത്ര ഭരണസമിതി എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ വരുന്ന വിശ്വാസികൾക്ക് സ്വതന്ത്രമായി ആരാധന നടത്താനും സുഗമമായി പ്രാർത്ഥിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കാനും ക്ഷേത്ര ഭരണത്തെ നന്നായി കൊണ്ടുപോകാനുമാണ് ക്ഷേത്ര ഭരണസമിതി ഉള്ളത്. അപ്പൊ ഇങ്ങനെ ക്ഷേത്രസഭയിൽ ഇത്തരത്തിലൊരു സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മുതൽ നമ്മൾ ക്ഷേത്ര ഭരണസമിതി നേരിട്ട് അവിടെ അത്തപ്പൂക്കളം അല്ലെങ്കിൽ ഈ പൂക്കളം ഒരുക്കാനുള്ള പ്രവർത്തനം കൊണ്ടുപോയി. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. ഇവരും നമ്മളുമായിട്ടൊരു ചെറിയ സംഘർഷം ഉണ്ടായി. അവർ ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾ ക്ഷേത്ര ഭരണസമിതിയുടെ അടുത്ത് പറയുന്ന അവർക്കും ഇടണം. അങ്ങനെ മൊത്തത്തിലൊരു സംഘർഷാവസ്ഥ അവിടെ ഉടലെടുക്കാതിരിക്കാൻ അവർ ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനവുമായി ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് പോയത്. ഇതിനെ സംബന്ധിച്ച് പൂരാടത്തിൽ നിന്ന് നമ്മൾ അവിടെ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനു മുൻപായിട്ട് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ അവിടെ തളിച്ചിടുകയും അത്തപ്പൂക്കളം ഇടാനായിട്ട് തളിച്ചിടുകയും മറ്റും ചെയ്തു. അതിൽ ഭരണസമിതിയിൽ തന്നെ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികളെല്ലാം തന്നെ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് ഈ അത്തപ്പൂക്കളം ഇടാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ഷേത്രസഭാ പ്രസിഡന്റ് നേരിട്ട് ഇവർ ചെറുപ്പക്കാർ വന്ന പ്രതിനിധികളുടെ ആ പ്രതിനിധിയെ വിളിച്ചു പറഞ്ഞു അത് ഒഴിവാക്കണം, ക്ഷേത്രത്തിന് മുൻപിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകരുത്, തിരുവോണം അല്ലെങ്കിൽ ഓണം എല്ലാവരുടെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമാണ്, അവിടെ നമ്മളൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകരുത് എന്ന് അദ്ദേഹത്തെ വിളിച്ച് ക്ഷേത്രസഭാ പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ച് പറയുകയും പക്ഷെ അത് അദ്ദേഹം ശ്രമിക്കാം എന്ന് പറയുകയാണ് ചെയ്തത്. പക്ഷെ ഇത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയപ്പോൾ അത് തടയുന്നതിന് അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. നമ്മൾ ഒരു ക്രമസമാധാന ഇഷ്യൂ ഉണ്ടാകരുത് എന്ന തരത്തിൽ തന്നെ CA ഓഫീസിൽ നിന്നും നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയും നമ്മൾ അവരെയും യഥാർത്ഥമായ കാരണങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രസഭ തീരുമാനിച്ചത് ഒരു അത്തപ്പൂക്കളം അതെല്ലാവരുടെ ചേർന്നിടുന്നതിന് നമുക്കൊരു തടസ്സവുമില്ല എന്നാണ് ക്ഷേത്ര ഭരണസമിതി പറഞ്ഞത്. പക്ഷെ CA ഇതുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട CA ഒരു ചർച്ചയ്ക്കായിട്ട് വിളിക്കുകയും ആ ചർച്ചയ്ക്കായി വിളിച്ചപ്പോൾ ഞങ്ങൾ ഈ ചെറുപ്പക്കാരെടുത്ത്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരാണ്, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അടക്കം അവർ കൂട്ടായിട്ട് നിൽക്കുന്നവരാണ്. അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞത് നമുക്ക് കൂട്ടായി അത്തപ്പൂക്കളം ഇടാം. അപ്പൊ അവരതിന് തയ്യാറല്ല. അവർ തന്നെത്താൻ അത്തപ്പൂക്കളം ഇടാനാണ്. അപ്പൊ CAയുടെ സാന്നിധ്യത്തിൽ അവിടെ അതിന് തിരിച്ചു തന്നു. ഇത്ര സ്ഥലം ക്ഷേത്ര ഭരണസമിതിക്ക് അത്തപ്പൂക്കളം ഇടാനും ബാക്കിയുള്ള സ്ഥലം നിങ്ങൾ ഇടാനും പറഞ്ഞു. അങ്ങനെ അത്തപ്പൂക്കളം ഇടുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതെല്ലാം കുറച്ച് നാളായിട്ട് ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് സംഘർഷാവസ്ഥ ക്രമീകരിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാറുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പ്രവർത്തനവുമായിട്ട് എന്നതിനെ ഒഴിവാക്കാനായിട്ട് ഒരു ചർച്ച ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അത്തരത്തിലുള്ള സൈനികരുടെ വളരെ ബഹുമാനപൂർവമായ പ്രവർത്തനത്തെ ആദരിക്കുകയും അതിനെ ബഹുമാനപൂർവ്വം കാണുന്ന ആൾക്കാരാണ്, ഭാരതീയനാണ് ഞങ്ങൾ എല്ലാവരും. ശ്രീ ജയരാജ്, ഇത് ബോധപൂർവമായി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമം നടന്നു, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്? അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അത് എന്തുകൊണ്ടാണ് ഒരു കൂട്ടം ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറുവിഭാഗക്കാർ സംഘടിച്ചു വരുന്നു. അങ്ങനെ വരുമ്പോൾ ഭരണസമിതിക്ക് എല്ലാവരെയും തുല്യമായി കണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് അവിടെ ഉണ്ടായ യഥാർത്ഥ സംഭവം. അതായത് ഇത്തവണ ക്ഷേത്ര ഭരണസമിതി നേരിട്ട് പൂക്കളമിടാനുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇവരുടെ സംഭവം ഉണ്ടായത്. പൂർണ്ണമായ അനുമതി ഇല്ലാതെ തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? അതെ അതെ അതെ. ഓക്കെ. അതിനുശേഷം ഇതിപ്പോൾ
ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് അതിവിടെ ഇട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്നതാണ് BJPയും സംഘപരിവാർക്ക് ഉന്നയിക്കുന്ന ആക്ഷേപം. RSS ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറും ഇതുമായി ഒരു ബന്ധമില്ല, അങ്ങനെ ആ വാദമാണോ നിങ്ങളുടേത്? ശ്രീ അനിൽകുമാർ, അനിൽകുമാർ നമുക്കൊപ്പം തുടരുന്നത്. ശ്രീ അനിൽകുമാർ, ക്ഷേത്ര ഭരണസമിതി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് ഒരു അനുമതിയും ഇല്ലായിരുന്നു, മറിച്ച് ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാക്കാൻ നീക്കമുണ്ടാകുന്നതാണ്. അങ്ങനെയെങ്കിൽ താങ്കൾ പറഞ്ഞ ആ വാദത്തിനോടൊപ്പം നിൽക്കുന്നതാണ് ക്ഷേത്ര ഭരണസമിതിയുടെ പ്രതികരണം. അല്ല, ഇപ്പം മനസ്സിലായില്ലേ, ഗുണ്ടായുസമാണ്. അതായത് ക്ഷേത്രത്തിന് മുന്നിൽ എല്ലാവരും വരണ്ടേ, അതിന് പകരം കുറെ ചെറുപ്പക്കാർ കൂടുക. RSS കഴിഞ്ഞ കൊല്ലവിടെയൊക്കെ RSS എഴുതി വെച്ചിരുന്നു. അവിടെ കമ്മിറ്റിക്കാർ പറഞ്ഞു അങ്ങനെ ഒരു പൂക്കളം, ഒരു വിഭാഗീയ പൂക്കളം വേണ്ട, ഇട്ടാൽ എല്ലാവരും നമുക്ക് കമ്മിറ്റിക്കാർക്കെല്ലാം കൂടെ ഇടാം. ഇവര് കുറെ പേര് കൈക്കരുത്ത് കാണിച്ച് അവിടെ പോയിട്ട് ഒരു പൂക്കളം ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ ഇടയിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചു. എന്തിനാ സിന്ദൂർ? സൈന്യത്തോടുള്ള ബഹുമാനം കൊണ്ടാണോ? ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുകയാണ് ഈ RSS ചെയ്തത്. വിവാദത്തിലാക്കുക, പാകിസ്ഥാനെ സഹായിക്കുന്ന പണി RSS കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ പണ്ടും RSS സഹായിച്ചിട്ടുണ്ട്. അതിന്റെ ചരിത്രം കൂടെ കേട്ടോ. രാജാ ഹരിസിംഗ് പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു. അപ്പൊ ഈ RSS രാജാ ഹരിസിംഗിന്റെ കൂടിയായിരുന്നു. പാകിസ്ഥാൻ കടന്നു കയറിയപ്പോ ഇന്ത്യ സർക്കാർ ഉണ്ടാക്കിയ ഇന്ത്യൻ പട്ടാളത്തിന്റെ പോസ്റ്റ് ആക്രമിച്ചവരാണ് RSS. പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് പോയിട്ട് ഇന്ത്യൻ പട്ടാളത്തെ ആക്രമിച്ചവരാണ്. അതാണ് RSSന്റെ ചരിത്രം. അതുകൊണ്ട് RSS ഒക്കെ സൈന്യത്തിന്റെ പേരിലൊന്നും അധികം വേഷം കെട്ടേണ്ട കാര്യമില്ല. വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം RSS നടത്തിയത് നിർത്തണം. ഞാൻ ആ ശാസ്താംകോട്ട CIയുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നു. ശാസ്താംകോട്ട CI ആരാ? CIക്ക് എന്നാ കാര്യം പകുതി സ്ഥലത്ത് RSS വരച്ചോളാൻ പറയാൻ? CIയുടെ തറവാട്ട് സ്വത്താണോ അത്? അവിടെ പറഞ്ഞു പകുതി സ്ഥലത്ത് RSS വരച്ചോട്ടെന്ന് CI പറഞ്ഞു. ആ CIയുടെ പേര് നടപടി എടുക്കണം. അങ്ങനത്തെ പോലീസ് ഉദ്യോഗസ്ഥനും അധികാരമില്ല. RSSനെതിരെ വിളയാൻ വേണ്ടി അമ്പലമുറ്റത്ത് അതിര് വരച്ചു കൊടുക്കാൻ CIക്ക് എന്നാ കാര്യം? അങ്ങനെ CI ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്. RSSന്റെ ദാസനായിട്ടാണ് ശാസ്താംകോട്ടയിലെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചതെന്നാണ് ഇദ്ദേഹം പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ പണി അതല്ല. അതുകൊണ്ട് പോലീസ് ഈ കടന്നുകയറ്റം നടത്തിയവർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കണം. വല്ലവരുടെ രംഗത്തല്ല RSSന്റെ പൂക്കളം ഉണ്ടാക്കേണ്ടത്. അമ്പലം സമാധാനത്തിനുള്ള സ്ഥലമാണ്. അതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. കേരളത്തെ മുട്ടിക്കാനാണ് ഈ RSS തിരിച്ചിരിക്കുന്നത്. അതാണ് ബോധ്യമാകുന്നത്. ശരി. ശ്രീ RV ബാബു ഉണ്ട്, ഹിന്ദു ഐക്യവേദി. ശ്രീ RV ബാബു, ബോധപൂർവമായി ക്ഷേത്രത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവിടെ അനുമതി ഇല്ലാതെ തന്നെയാണ് ഈ പൂക്കളമിടാൻ എത്തിയത് എന്നതാണ് അല്പസമയം മുമ്പ് ക്ഷേത്ര ഭരണസമിതി അടക്കമുള്ളവർ വ്യക്തമാക്കിയ കാര്യം. ഒപ്പം തന്നെ ആ പൂക്കളമിട്ട വ്യക്തി തന്നെ പറയുന്നതും അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ്. പൂക്കളമിട്ട ആള് പറഞ്ഞത് എല്ലാ വർഷവും ഇടാറുണ്ട്, ഞങ്ങൾ ഇത്തവണയും അതേപോലെ ഇട്ടു എന്നാണ്. ക്ഷേത്രം എല്ലാവരുടേതാണ്. അത് CPMന് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല ക്ഷേത്രം. CPM ആരാണ് ഇതൊക്കെ പറയാനായിട്ട്? നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കാനും കത്തിക്കുത്ത് നടത്തി കാട്ടാളത്ത് നടപ്പാക്കുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയുടെ നേതാവ് എന്തെങ്കിലും അത്തപ്പിത്ത വിളിച്ച് കുറച്ച് പറഞ്ഞാൽ അതൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് സൗകര്യപ്പെടില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? CPMന്റെ നിലപാട് എന്താണ്? ഗുരുപൂജ നടത്തുന്നത്, ഗുരുവിനെ പോലും കുഴിമാടം ഉണ്ടാക്കി, ഗുരുവിനെ ഇപ്പൊ ഈ അടുത്ത ദിവസമല്ലേ നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഒരു വാർത്ത കേട്ടത്, ആ പ്രിൻസിപ്പളിനെ പോക്സോ പീഡന കേസിൽ പെടുത്തി 3 വർഷം ജയിലിലടച്ചു. SFIക്കാരാണ്. ഈ മാന്യന്റെ പാർട്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ഗുരുവിനെ പൂജിക്കുന്ന ആ പാരമ്പര്യം ഉള്ള ഈ നമ്മുടെ നാട്ടിൽ ഗുരുവിനെ കുഴിമാടം ഒരുക്കുക, ഗുരുവിനെ ജയിലറ ഒരുക്കുക, ഇതൊക്കെയല്ലേ ഇവരുടെ പരിപാടി. ഭാരതമാതാവിന്റെ കാര്യം വന്ന സമയത്ത് ആ ഭാരതാംബയുടെ വിഷയത്തിൽ ഇവരുടെ നിലപാടെന്തായിരുന്നു? ഇവരെല്ലാ കാലവും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരുന്ന ഒരു പാർട്ടിയല്ലേ. രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രമല്ല, നാടിന് ഒറ്റുകൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുമായിട്ട് ചങ്ങാത്തം കേരളത്തിൽ പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒരു കുഞ്ഞും ഇപ്പൊ CPMനകത്തില്ല. പണ്ട് ഈ അനുമതി ഇല്ലാതെ ക്ഷേത്രത്തിൽ ഇടാൻ വന്നത് തടഞ്ഞല്ലോ ഇപ്പൊ പോലീസ്. അല്ല, പോലീസ് തടയട്ടെ, പോലീസ് നിയമപരമായിട്ട് നേരിടട്ടെ, അതിനൊന്നും ഞങ്ങൾ ആ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കോളാം. പ്രശ്നം ഇവർക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ കലികളകും, ഇവർക്ക് ഭാരതാംബ എന്ന് കേൾക്കുമ്പോൾ കലികളകും, ഇവർക്ക് ഗുരുപൂജ എന്ന് കേൾക്കുമ്പോൾ കലികളകും. കാരണം ഭാരതമായിട്ടുള്ള എല്ലാ സാംസ്കാരിക മാനബിന്ദുക്കളുടെ പേര് കേൾക്കുമ്പോഴും കലികളക് ഇവർക്ക്. ഇവർക്ക് ചെഗ്വേര, ആ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ചെഗ്വേരയുടെ ചിത്രം ഗണേശോത്സവത്തിൽ ഉയർത്താനായിട്ട് ഇവർക്ക് ആരാധികാരം കൊടുത്തു? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ ക്ഷേത്രങ്ങളിൽ ഇപ്പോ കഴിഞ്ഞ ദിവസമല്ലേ ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞത് ഇവരെ? എന്താണ്? ക്ഷേത്രത്തിൽ ചെങ്കൊടി ഉയർത്തുക, ക്ഷേത്രത്തിൽ ചെഗ്വേരയുടെ ചിത്രം വെക്കുക, ക്ഷേത്രത്തിൽ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുക, ക്ഷേത്രത്തിൽ വിപ്ലവ ഗാനം പാടുക, ഇതൊക്കെ പള്ളിയിൽ വെച്ചാൽ മതി എന്ന് ഹൈക്കോടതി പറഞ്ഞില്ലേ? അത് ഞങ്ങൾ മടക്കി കയ്യിലിട്ട് വെച്ചോളാൻ പറഞ്ഞില്ലേ?
അപ്പൊ അതുകൊണ്ട് RSSന് പ്രവർത്തിക്കാനും RSSനും കാര്യങ്ങൾ നടത്താനും ഒന്നും CPM-ന്റെ ഒരു തിട്ടൂരം വേണ്ട. അങ്ങനെ വല്ല തിട്ടൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ 4 മടക്കി AK സെന്ററിലൊക്കെ വെച്ചാൽ മതി. ഇവിടേക്കും എടുക്കണ്ട. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കുറെ നാളായി ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. എവിടെ എത്തി നിങ്ങൾ? എവിടെ എത്തി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്? എവിടെ എത്തി? 4 സീറ്റ് പോലും ഇല്ലല്ലോ ഇന്ത്യ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കാൻ. എന്നിട്ട് കിടന്ന് ബലം പിടിക്കുന്നോ? ശരി, അനിൽകുമാറിന്റെ ഒരു മറുപടി നൽകാം. ശ്രീ അനിൽകുമാർ, താങ്കൾ ലൈനിലുണ്ടെങ്കിൽ ഒരു മറുപടി കൊടുക്കാം. ശ്രീ അനിൽകുമാർ കട്ടായിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നല്ലത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ ക്ഷേത്രഭൂമിയിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം അനുമതിയില്ലാതെ പൂക്കളം വരയ്ക്കാനെത്തി പോലീസ് തടഞ്ഞു. ഇതാണ് ക്ഷേത്ര ഭരണസമിതി നൽകുന്ന വിശദീകരണം. പക്ഷേ RSSന്റെ വാദം അതല്ല, ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയാണ് പ്രശ്നം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തം, അവിടെ അനുമതിയില്ല. പക്ഷേ മുൻകാലങ്ങളിൽ അനുമതിയില്ലാതെയാണ് വരച്ചിരുന്നതെന്നാണ് വാദം. ക്ഷേത്രത്തിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആര്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അവിടെ പല ക്ഷേത്രങ്ങളിലും കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് തർക്കങ്ങളുണ്ട്. CPM-ഉം ഒപ്പം തന്നെ RSSും BJP-യുമാണ് 2 ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടുള്ള പോരടി നടക്കുന്നത്. അവിടെ മുമ്പും ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്.